സൂര്യ ഉദിച്ചിട്ടില്ല. നേരെ 7:30 മണിയായി. പക്ഷെ മഞ്ഞാകൊണ്ടേ സൂര്യനൊന്നും കാണാനില്ല. നമ്മുടെ കൃഷിത്തോട്ടത്തിലൊന്ന് പോയൊക്കെ എന്തൊക്കെയാന്നുള്ളത്. കുറേ ദിവസമായി ഇതുവരെ ഇതിനൊക്കെ വന്നിട്ട് നോമ്പായിട്ടേ ഈ വഴിക്കൊന്നും വരലില്ല. മുരിങ്ങയൊക്കെ നല്ല ഉഷാറായിട്ട് പൂത്തുക്കണം പ്രാവശ്യം. ഉണ്ടോ? മുരിങ്ങയൊക്കെ നല്ല ഉഷാറായിട്ട് പൂത്തുക്കണം. നല്ല പൂവ് നോക്കണം. പ്രാവശ്യം നല്ല കായ ഉണ്ടാവും. ഉണ്ടോ? മുരിങ്ങയുടെ പൂവൊക്കെ നോക്കണേ നിങ്ങൾ. മാഷാ അല്ലാഹ്. ഉണ്ടോ? നമ്മളെ കണിക്കൊന്ന പൂത്തമാതിരിയുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം എന്തായാലേ തിന്നില്ലേ എന്നുള്ളതല്ല, നമ്മളിങ്ങനെ ഓരോന്ന് കൊടുന്ന് വെച്ചിട്ടേ അപ്പം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായി കാണാൻ അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. കായ വരൽ തുടങ്ങിക്കണം. ആ ഭാഗത്തൊക്കെ കായ ഉണ്ട് കൊണ്ടതുണ്ടോ? മുരിങ്ങയുടെ പൂവൊക്കെ നോക്കണേ. ഇതുകൊണ്ട് ഇതിൽ മുരിങ്ങക്കായ. ഈ കാണാണ് ഈ മുരിങ്ങക്കായ. ഇത് നല്ല പൂവ്. ഇതൊക്കെ പൂവ് വരണം. ഇപ്പം മുരിങ്ങക്കായ കാണിച്ചു തരാം. ഇതാ മുരിങ്ങക്കായ തന്നോക്കണം. ആണോ? ഇവിടെയൊക്കെ ഉണ്ട്. ആകണുള്ളൂ. മേലൊക്കെ ഉണ്ട്. സീസൺ കഴിഞ്ഞപ്പോൾ ചൂട് തുടങ്ങിയില്ല. ഇനി മുരിങ്ങക്കായ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളിതൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടോ? സൈഡിൽ കൂടെയൊക്കെ നല്ല പൂവുണ്ട് പ്രാവശ്യം. അത് സംഭവം സാറായിക്കും. കാണാൻ കഴിഞ്ഞൊരു ഭംഗിയല്ലേ. ഇതേമാതിരി ഇനിയിപ്പോൾ ഇവിടെ ഇതൊന്നും മുരിങ്ങയായിട്ടില്ല. ഇതേമാതിരി ഇവിടെ നോക്കുകയാണെങ്കിൽ മുരിങ്ങ പൂത്തിക്കണം. ശരി, കാണുമ്പോൾ തന്നെ ഒരു സുഖത്തുണ്ട്. ഉണ്ടോ മുരിങ്ങയുടെ പൂവ്? നല്ല ഇത് വെക്കണതുകൊണ്ട് തോരൻ വെക്കണം. ഞാൻ നാളെ വെച്ചിരുന്നു. ഒരു സംഭവം തന്നെ കേട്ടോ. നിങ്ങളൊരു വിത്ത് കൊടുന്ന് കുഴിച്ചിട്ടാണ് തോന്നുന്നത്. ഉഷാറായിട്ട് പൂക്കലൊക്കെ ഉണ്ട്. കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. ഫുള്ള് പൂത്തുക്കണു. മുരിങ്ങ പ്രാവശ്യം എല്ലാം പൂത്തുക്കണു. എല്ലാവരും നല്ല പൂണ്ട്. ഇതാ കായൊക്കെ നോക്കണതാ. കായ ഉണ്ട്. ഇതൊക്കെ ഒരാളെ വലിപ്പുണ്ടാവട്ടെ ഈ കായ. ഇനിയിപ്പോൾ ഈ മഞ്ഞൊക്കെ ആയിട്ടുള്ളത് കൊഴിഞ്ഞു പോകാൻ ഞാൻ മതിയായിരുന്നു. സാറേക്കണ ആ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട്. മുരിങ്ങനെ പന്തലിച്ച് കിടക്കുന്നുണ്ട്. പ്രാവശ്യം മുരിങ്ങക്കായ എന്ന് ചാവും. എന്താ പൂക്കൾ. അടുത്ത വരെ എന്തായാലും കുറച്ച് പൊട്ടിക്കണം. നമ്മളെന്തേലും നട്ട് നനച്ചുണ്ടാക്കിയിട്ട് അതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇങ്ങനെ കാണാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖേ അത് വേറെ ലെവൽ തന്നെയാണ്. ഇത് നോക്കണേ, കണ്ണെടുക്കാൻ തോന്നൂല. നല്ല ക്ലൈമറ്റായി. നമുക്ക് എത്ര കായ ഉണ്ടാകാൻ തന്നെ പറയാൻ പറ്റില്ല.
മുരിങ്ങക്കായ തൂങ്ങി നിൽക്കണം. പ്രാവശ്യം എന്തായാലും പൊളിക്കും. അപ്പോൾ എന്തായാലും കാണുമ്പോൾ കാണാം എല്ലാവരോടും. അടുത്ത പ്രാവശ്യം ഇനി ഇതെന്തായാലും ഇനി കായാകുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ലേ? മുരിങ്ങക്കായ ആവട്ടെ. അപ്പം ഇനിയൊരു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മളെ കൃഷിത്തോട്ടത്തില്ലേ, നമ്മളെ ഈ നട്ട് നനച്ചുണ്ടാക്കി നമ്മൾ കൊടുന്ന കൊന്നക്കൊമ്പും ചേനയും ചേമ്പും ഒക്കെ വെച്ചു. നമ്മളെ കയ്പ ഫുള്ള് കരിഞ്ഞു പോയി. എന്തേ പറ്റിയാണാവോ? മഞ്ഞ് പെയ്തിട്ട് എന്താ ഉണ്ടായിന്നറിയില്ല. ഫുള്ള് നശിച്ചു. ഞാൻ നോമ്പായിട്ട് ഇതിനെ വന്നിട്ടുമില്ല ഈ വൈക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മരുന്ന് കൊടുന്നു കൊടുത്തിരുന്നു. ആ മരുന്ന് കൊടുന്നു കൊടുത്തത് അടിച്ചത് ഇതായതാണോ എന്തോ അറിയില്ല. കയ്പത്തോട്ടം ആകെ തുമ്പില്ലാതെയായി. എന്നാലും അത്യാവശ്യം ഞങ്ങൾക്ക് തിന്നാനുള്ള കയ്പക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കണം. അത് മതി, ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പം എന്നാൽ ശരി. അതേമാതിരി കറ്റാർ വാഴ വെറുതെ കൊടുന്ന് കുഴിച്ചിട്ടതാ. അപ്പം ഇവിടെ കൊടു നിൽക്കുകയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇത് നല്ല ഉണ്ടാണ്ട്. നമ്മളെ നാട്ടിൽ ഇത് ഇത്ര സെറ്റപ്പിൽ ഉണ്ടാണില്ല. ഇതൊരു വളം ഇട്ട് കൊടുക്കണില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം ചാടും ഈ ടാങ്കിൽ നിന്ന്, അത്രയേ ഉള്ളൂ. അതിനാണ് ഉണ്ടാണത്. നല്ല മരുന്നാണ് ഇതൊക്കെ. വെറുതെ ഒരു ദിവസം പെരയിലുണ്ടായിരുന്നു കുറച്ച് കറ്റാർ വാഴ. അപ്പോൾ അവിടുന്ന് കുറച്ച് കൊടുന്ന് കുഴിച്ചിട്ടതാ. നല്ല ഓരോ തണ്ടിൻ്റെ ഒക്കെ വലുപ്പം നോക്കണം. നല്ല വണ്ണുള്ള സാധനം. അതിലേറെ വണ്ണുള്ളത് ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മളെ തറവാട്ടിൽ. ഫുള്ള് ജല്ലൈ കരയി. എന്നാൽ ശരി, നമ്മൾ ആൽമരത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് പുതിയ ഇല വരുന്നുണ്ട്, കായ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ. ആൽമരമൊക്കെ ഫുള്ള് കാലി. വിദ്യാനത് അധികം ഇങ്ങനെ പോയാൽ നമ്മളെ തോട്ടത്തിൻ്റെ കാര്യമാണിത്. നമ്മളെ ഡിഷ് വിദ്യാന പോയാൽ ഇവിടെയുണ്ട് കുറേ കൊന്നപ്പൂവുകൾ. ഇതുണ്ട്, കൊന്നപ്പൂവല്ല മുരിങ്ങാപ്പൂവ്. കണ്ടോ, നല്ല പൂക്കളാണ്.